Hi, welcome to Sportage. It's me, Abdul Anas. ഇന്നിവിടെ നമ്മൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഗെയിം ഉണ്ടാക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടത്, അതുപോലെ നിങ്ങൾ എന്തൊക്കെയാണ് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെല്ലാവരും ഗെയിം കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മൾ പല പ്ലാറ്റ്ഫോംസിലായാലും പല ഏരിയകളിലും നമ്മൾ ഒരുപാട് ഗെയിമും കളിക്കാറുണ്ട്. മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നമ്മളങ്ങനെ ഒരു ഇത് നോക്കാണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നന്നായി ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നെയാണ് നല്ലൊരു ഗെയിം ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ കളിക്കുമ്പോൾ എന്താ പറയുക, മാതാപിതാക്കൾ അവരെ ചീത്ത പറയാറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടികൾ തന്നെ ഒരു ഗെയിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നന്നായി ഗെയിം കളിക്കാം അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ കളിപ്പിക്കാം എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഒരു ഇൻട്രോ. ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് പറഞ്ഞത് മാത്രം. നമുക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഗെയിം ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയകളിൽ നമ്മൾ അറ്റ് എ ടൈം തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ ഗെയിം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ഗെയിംസ് മാത്രമല്ലല്ലോ, PC ഉണ്ട്, അതുപോലെ കൺസോൾ ഉണ്ട്, VR ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏത് ഇതിലേക്കാണ് നിങ്ങൾ ഗെയിം ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഗെയിമാണ്. ഇപ്പോൾ ഗെയിമിലെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട്. പസിൽ ടൈപ്പ്, സ്ട്രാറ്റജി, അതുപോലെ തന്നെ അഡ്വഞ്ചർ, സർവൈവൽ, അങ്ങനെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ FPS എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ വരുന്ന ഗെയിംസും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഷൂട്ടിംഗ് ഗെയിംസ് അങ്ങനത്തെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കര രസമാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഗെയിമാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വേറെ കാറ്റഗറി വരുന്നുണ്ട്, 2D ആണോ 3D ആണോ എന്നുള്ളത്. കാരണം 2D ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്ന മാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിമുകൾ കളിക്കുന്നതിനാണ് 2D ഗെയിംസ് എന്ന് പറയുന്നത്. മറിച്ച് ഇപ്പോൾ മോഡേണായ മിക്ക ഗെയിമുകളും 3D ആണ്. പക്ഷെ ഇപ്പോഴും 2D ഗെയിംസ് ഭയങ്കരമായിട്ട് എന്താ പറയുക മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പസിൽ ഗെയിംസ് ഒക്കെ മോസ്റ്റ്ലി ഒരു 2D ഗെയിം തന്നെയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക മേരിയ പോലത്തെ ഒരുപാട് ഗെയിമുകൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ 2Dയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ 2D ഗെയിംസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗെയിമാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ടൈം ഒരാളാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് 2D ഗെയിം നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു 3D ഗെയിമിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യും കുറച്ചുകൂടി നല്ലത്. കാരണം വെച്ചാൽ 3Dയിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസും അതുപോലെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ നോക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ എഞ്ചിൻ എന്താണ്, ഈ ഗെയിം എഞ്ചിൻ ഏത് ഗെയിം എഞ്ചിനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. ഗെയിം എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗെയിം എഞ്ചിൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗെയിം എഞ്ചിൻസ് ഏതെടുക്കും അല്ലെങ്കിൽ ഏതിലേക്ക് നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ കുറച്ച് പോപ്പുലർ ഉള്ള ഗെയിം എഞ്ചിൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു അൺറിയൽ എഞ്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റി ഉണ്ട്, ഗോഡോട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗെയിം എഞ്ചിൻസ് വരുന്നുണ്ട്. അതിൽ 3 ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പോപ്പുലറായിട്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഏത് ഗെയിം എഞ്ചിൻ നിങ്ങൾക്ക് വേണം ചൂസ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ ഏത് ഗെയിം എഞ്ചിനാണ് നിങ്ങൾക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ യൂണിറ്റി പക്ഷേ എന്താ പറയുക കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ കുറച്ചുകൂടി നല്ലൊരു ഗെയിം എഞ്ചിൻ ഓപ്പൺ സോഴ്സ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡോട്ടും കൂടിയാണ്. ഗോഡോട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ അൺറിയൽ ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറിയൽ കുറച്ചും കൂടി പ്രൊഫഷണൽ കുറച്ചുകൂടി ഹൈ എൻഡ് ഗെയിമർക്ക് പറ്റിയ ഒരു ഇതാണ് അൺറിയൽ. അപ്പോൾ ഒരു ബിഗിനർ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ യൂണിറ്റിലോ അല്ലെങ്കിൽ ഗോഡോട്ടിലോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗെയിമിൻ്റെ ഒരു ബേസിക് ലെവലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ വലിയൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ലത് ഈ ഒരു 2 എഞ്ചിൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഗെയിം എഞ്ചിൻ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഗെയിം ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക ഗെയിം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൈൻഡ് സെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പോൾ എന്താ പറയുക ഉള്ള ഗെയിം അതേപോലെ വേറെ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഗെയിമിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ട് കൺസെപ്റ്റ്സ് ഉണ്ടാവും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ PUBG എന്നൊക്കെ പറയുന്ന ഒരു ഗെയിം ആ ഒരാൾ ചെയ്തു വന്നപ്പോഴാണ് അത്രയും പോപ്പുലർ ആയത്. അതുപോലെ തന്നെ എന്താ പറയുക ഫ്ലാപ്പി ബേർഡ് അങ്ങനത്തെ ഒരുപാട് ഗെയിംസ് അത് അയാൾ ഇത് ടൈം പാസിന് ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക ഔട്ട്കം അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലാരിറ്റി കണ്ടിട്ട് തന്നെ ആൾക്ക് പോലും ഞെട്ടിപ്പോയിട്ടാണ്. കാരണം ഇത് ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുത്തു വന്നു. കാരണം വെച്ചാൽ വെറുതെ ഒരു നേരം നോക്കി ചെയ്ത ഗെയിം എത്ര ആൾക്കാർ യൂസ് ചെയ്യണോ, എത്ര ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതാക്കുന്നു. അപ്പോൾ ഇയാളാണെങ്കിൽ ഇതിന് മാർക്കറ്റ് ചെയ്യാതൊന്നും ചെയ്യാണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹൈപ്പിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഓരോ ഗെയിംസ് മാറാറുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ ലൈഫ് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗെയിം സ്റ്റോറി അല്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിം പോകേണ്ടത്, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പ്ലാനുകൾ നിങ്ങൾ വെക്കണം. കാരണം വെച്ചാൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആക്ഷൻ മാത്രമല്ല, അതിലൊരു സ്റ്റോറി ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എടുക്കാൻ പോകണമെങ്കിൽ അതിന് നിങ്ങൾ സ്റ്റോറി വെക്കുക, എന്താണ് ഈ ഷോർട്ട് ഫിലിം എന്നുള്ളത്. അതേപോലെ തന്നെ ഗെയിമിനൊരു സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ ഓരോ ലൈനിൽ ഓരോ ഗെയിമുകൾ പോകും. ചില ഗെയിമുകൾ സിറ്റുവേഷൻ അനുസരിച്ച് സ്വിച്ച് ചെയ്യണത് വരെ നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്വിച്ചിങ് നിങ്ങൾക്ക് കൊണ്ടുവരാം. എല്ലാന്നേരം നിങ്ങളുടേതായ ഒരു സ്റ്റോറി ഗെയിമിന് എപ്പോഴും വേണം. അപ്പോൾ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ഫ്ലോ നിങ്ങളെപ്പോഴും
ഡിസൈഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ എന്താണ് ഗെയിമിൻ്റെ ബേസ് എന്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൻ്റെ അസെറ്റ്സ്. ഗെയിം അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി കുറച്ച് റിക്വയർമെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, സൗണ്ട്, എഫക്ട്സ്, അങ്ങനത്തെ ഓരോ ഗെയിമിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഓരോ മെറ്റീരിയൽസ് ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഗെയിം ഒരാളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ആളുടെ ഉണ്ട്, അതേപോലെ തന്നെ ഒരാൾ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇപ്പോൾ എല്ലാതും ഒരാൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അസെറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സൗണ്ടുകൾ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഓപ്പൺ ആയിട്ട് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സൗണ്ട്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സൗണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഗെയിമിൻ്റെ എന്താ പറയുക ക്യാരക്ടേഴ്സ്, ഒബ്ജക്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പബ്ലിക്കിൽ ഫ്രീ ആയിട്ടുണ്ട് പെയ്ഡും ഉണ്ട്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ പെയ്ഡ് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ചിലവർ അത് ഫ്രീ അല്ല പെയ്ഡ് ആണെങ്കിലും ചിലർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? നിങ്ങളുടെ ടൈം അവിടെ കുറയുന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ പറയുക ഗെയിം ഡെവലപ്പ് ചെയ്ത് കളയണ സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം അവിടെ കുറയുന്നുള്ളതാണ്. അതിൽ വേറെ വലിയ ഡിഫറൻസ് വരുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഗെയിം എഞ്ചിൻ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില ഗെയിം എഞ്ചിൻസിന് ഓരോ ലാംഗ്വേജ് സ്പെസിഫിക് ഉണ്ടാവും. ഇപ്പോൾ ഓരോ ഗെയിം എഞ്ചിനും ഓരോ ലാംഗ്വേജാണ് വരാറ്. അപ്പോൾ മിക്ക ലാംഗ്വേജും ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ സി അല്ലെങ്കിൽ C++ ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഗെയിമിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കാരണം നിങ്ങൾ ഗെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓരോ ഒബ്ജക്ട്സ് കൂടുന്ന അവിടെ എവിടെയും പ്ലേസ് ചെയ്യുള്ളതല്ല, മറിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യണം. അതിനൊരു പ്രോഗ്രാം ഉണ്ടാവും. ഒരു പ്ലെയർ ആണെങ്കിലും ഒരു ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിന് ഓരോ എന്താ പറയുക ഫോർമുലാസ് അല്ലെങ്കിൽ ഓരോ എക്സിക്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിന്റെ ഫിസിക്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യം മൂവ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഫിസിക്സ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോയി ഒരു ഡിഗ്രി ചെയ്യണോ അല്ലെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അതിന് പഠിച്ചിരിക്കണം എന്നല്ല പറയണത്. നമ്മളൊരു ഗെയിമിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, ആ ഒരു ഫിസിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നല്ല. പഠിച്ചിരിക്കുക മീൻസ് നിങ്ങൾക്ക് അറിയണം എന്നുള്ളതാണ്. പഠിക്കാനായിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഇതൊന്നല്ല ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് അറിയണം. അപ്പോൾ നമ്മൾ ഒരു ഗെയിം എന്താ പറയുക എഫേർട്ട് എടുത്ത് അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അതിന് UI കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തു, എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ട് അത് ഗെയിം പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗെയിം പബ്ലിഷ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന് ഒരുപാട് ആൾക്കാർക്ക് അവൈലബിൾ ആകും. പിന്നീട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ ഇടാം. പിന്നെ അത് വെച്ച് നിങ്ങൾക്ക് റവന്യൂ ഗെയിൻ ചെയ്യാം. കാരണം നിങ്ങൾ മിക്ക ഗെയിമിലും കണ്ടാൽ അറിയാൻ പറ്റുന്നതാണ് ആഡുകൾ ഭയങ്കരമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ കൊടുത്തിട്ട് അത് വെച്ച് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാനും അത് വെച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഏണിങ്ങും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗെയിമിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഗെയിമാണോ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ചെയ്തത് അതിന് കറസ്പോണ്ട് ആയിട്ട് ഒരുപാട് എന്താ പറയുക തേർഡ് പാർട്ടീസ് ഓരോ ആൾക്കാർ പബ്ലിഷേഴ്സ് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിഷേഴ്സിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഇടാം. എല്ലാ രീതിയിലും നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഗെയിം ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം എങ്ങനെയാണ് ഒരു ഗെയിം ഉണ്ടാക്കാം, എന്തൊക്കെയാണ് നിങ്ങൾ ഗെയിം. ഞാൻ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ഒരു ബിഗിനറിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ ആളാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ അവർക്ക് അത്ര ഇതാവുന്ന ചാൻസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിറ്റി ചെയ്യുന്നുണ്ട്. ഗെയിം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പേഴ്സ് കേരള എന്നൊരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുക ഡീബഗ് വിത്ത് സ്പോർട്ടീസ് എന്നുള്ളതിന് പുറമെ വേറൊരു കമ്മ്യൂണിറ്റി ഗെയിമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയും തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ഗെയിം ട്യൂട്ടോറിയൽസും ഇറക്കാൻ പോകുന്നുണ്ട്. ഗെയിം എങ്ങനെ ഗോഡോട്ട് സ്പെസിഫൈഡ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗോഡോട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യാം, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫ്ലോസ് വരുന്നത്, അതിനെ കുറിച്ചിട്ടും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് വീഡിയോ മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.